ഹായ് ഡിയേഴ്സ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉച്ചയ്ക്കൊക്കെ കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ചധികം അങ്ങ് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു ക്ഷീണം എനിക്ക് അനുഭവപ്പെടാറുണ്ട് കേട്ടോ. പിന്നെ ഉറങ്ങി എണീറ്റുണ്ടെങ്കിൽ തോന്നും എന്തിനാ കിടന്നുറങ്ങിയത്, അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. വല്ലാത്തൊരു ക്ഷീണമായിരിക്കും ഉച്ചയ്ക്കൊക്കെ കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. ഉച്ചയ്ക്ക് കുറച്ചധികം ഉറങ്ങി എണീറ്റ് നോക്കുമ്പോൾ ആകെപ്പാടെ ഒരു എന്താ പറയുക, ഒരു ഉഷാറില്ലായ്മ. കുറേ നേരമൊക്കെ ഇങ്ങനെ ഫോണും തോണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഇരുന്നു. പിന്നെ കുറച്ച് നേരം ഇരുന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ എന്ന്. അപ്പോൾ എനിക്കൊരു ചുരിദാറിൻ്റെ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. ചുരിദാറും സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ലൈനിങ് ഇപ്പോൾ കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആദ്യം ചുരിദാറിൻ്റെ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയലൊക്കെ എടുത്ത് അതൊന്ന് കട്ട് ചെയ്ത് വെക്കാം, പറ്റുവാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അതിൻ്റെ പണിയുമ്മേക്ക് നിന്നു. ഇപ്പോൾ ഒരുപാടായിട്ട് ഞാൻ ഈ ചുരിദാറിൻ്റെ ടോപ്പ് മാത്രമാണ് എടുക്കുക. ടോപ്പ് മാത്രം എടുത്തിട്ട് അതിലേക്ക് ലഗിങ്സോ പലാസോ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇപ്പോൾ തോന്നി ഒരുപാടായില്ലേ ഈ ടോപ്പ് മാത്രം എടുക്കുന്നത്, അപ്പോൾ ഒരു ചുരിദാറിൻ്റെ ബിറ്റൊക്കെ ഉണ്ടല്ലോ അങ്ങനെ എടുക്കാം. അപ്പോൾ പാൻറ്റും ടോപ്പും ഷോളും ആയി. പിന്നെ ഞാൻ വിചാരിച്ചു ഈ പാൻറ്റിൻ്റെ മെറ്റീരിയൽ കൊണ്ടും ടോപ്പ് അടിക്കാം. പിന്നെ നമുക്ക് ഓൾറെഡി ഒരു ടോപ്പിനൊരു മെറ്റീരിയൽ ഉണ്ടല്ലോ, അതുകൊണ്ടും ഒരു ടോപ്പ് അടിക്കാം. അപ്പോൾ 2 ടോപ്പും അപ്പോൾ അതിലേക്ക് ഒരു ലഗിങ്സോ പാൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ വീണ്ടും കൺഫ്യൂഷനായി. വേണ്ട, ഇത് എങ്ങനെയാണോ അങ്ങനെ തന്നെ തയ്ക്കാം. പാൻറ്റിൻ്റെ തുണി കൊണ്ട് പാൻറ്റും ടോപ്പിൻ്റെ തുണി കൊണ്ട് ടോപ്പും അടിക്കാം. ഇത്തവണ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പാൻറ്റിൻ്റെ അളവൊക്കെ എടുത്തിട്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്യട്ടെ. നോർമലായിട്ടൊരു പാൻറ്റ് കേട്ടോ, നമ്മൾ സൈഡിൽ ഈ പാട്ടിയാല മോഡലിൽ ഇങ്ങനെ സൈഡിൽ ഞെറിവൊക്കെ വെച്ചിട്ട് തയ്ച്ചെടുക്കില്ലേ, അതുപോലെ ഒരു നോർമൽ പാൻറ്റ്. അപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാൻ ഈ ടൈലറിങ് പുറത്ത് പോയി പഠിക്കാത്തത് കൊണ്ട് ഞാൻ ആദ്യം എന്തൊന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോഴും ആദ്യം അതിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോസൊക്കെ കണ്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അതിൻ്റെ മേലേക്ക് നിൽക്കാറ്, ആ പണി ചെയ്യാൻ നിൽക്കാറ്. അപ്പോൾ ലച്ചു വരുമ്പോഴത്തേക്കും ഇതങ്ങ് സ്റ്റിച്ച് ചെയ്ത് കഴിക്കണം എന്നുള്ളൊരു വിചാരത്തിലാണ് തുടങ്ങി വെച്ചത്. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ ഉള്ള കാര്യങ്ങൾ ചില സമയത്ത് നടക്കാറില്ലല്ലോ. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു അന്ന്. അപ്പോൾ കട്ടയിലൊക്കെ കഴിഞ്ഞു, ഇനി അതങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഒന്നാമത് ഞാനിപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നത് ഈ ഉറക്കച്ചടവ് അങ്ങ് മാറാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഫോൺ ഇങ്ങനെ കുറേ നേരം നോക്കിയിരിക്കുമ്പോൾ എനിക്ക് തോന്നും എന്തിനാ നമ്മൾ ഒരുപാട് സമയം ഇങ്ങനെ ഫോൺ നോക്കിയിട്ട് എൻ്റെ സമയം കളയുന്നത് എന്തിനാ തോന്നും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫോൺ അവിടെ അങ്ങ് വെച്ചിട്ട് എൻ്റെ പണികളിലേക്ക് ഞാൻ നിന്നത്. ഈ ചുരിദാറിൻ്റെ പാൻറ്റ് സ്റ്റിച്ച് ചെയ്തേക്കാം, ടോപ്പ് മറ്റൊരു ദിവസം സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഈ നമ്മൾക്ക് തയ്ക്കാം, നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാനുണ്ടെങ്കിൽ അത് നാളെ അങ്ങ് നീണ്ടു പോകും. പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഷേപ്പ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ പെട്ടെന്ന് അതങ്ങ് ചെയ്തു കൊടുക്കും. അവനവൻ്റെ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാണ്ടെങ്കിൽ കുറച്ച് മടിയാണ് ചെയ്യാൻ, അതങ്ങനെ നീണ്ടുപോകും. ചിലപ്പോൾ അത് ആഴ്ചകളും മാസങ്ങളൊക്കെ ആവും. എന്നിട്ട് എന്നൊക്കെയാണോ വേണ്ടത് അതിൻ്റെ തലേ ദിവസം ഭയങ്കര ധൃതി പിടിച്ചിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഞാൻ ചെയ്യാറ് കേട്ടോ. ഈ സമയം കിട്ടുമ്പോഴൊക്കെ നമ്മളങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. പക്ഷേ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ ചില സമയത്ത് ഭയങ്കരമായിട്ട് മടിയാണ്. പക്ഷേ അങ്ങ് ഇരുന്ന് കിട്ടിയാൽ ഓക്കെ ആയി കേട്ടോ. ഇരുന്ന് കിട്ടുന്നതാണ് ഒരു പ്രയാസമുള്ളത്. അങ്ങ് സ്റ്റിച്ച് ചെയ്യാൻ അങ്ങ് തുടങ്ങിയാൽ ഓക്കെ ആയി. അങ്ങനെ അപ്പോൾ എന്ത് സ്റ്റിച്ച് ചെയ്യലങ്ങ് കഴിയണം. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല മഴക്കാറുണ്ട് കേട്ടോ. അപ്പോൾ മഴ പെയ്യാനുള്ള എല്ലാ ലക്ഷണവും ഉണ്ട്, നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട്. അപ്പോൾ പിന്നെ നല്ല മഴക്കാറ് കണ്ടപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് അവിടെ മതിയാക്കി വെച്ചു. തുണികൾ എടുക്കാണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ ലച്ചുമോള് വന്നു കേട്ടോ. എനിക്കൊരു ചെറിയൊരു പേടിയാണ് ഈ ഇടി മഴ കാറ്റ് ഇതൊക്കെ വരുമ്പോൾ. കുട്ടികൾ സ്കൂളിൽ വന്നില്ലെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. ഇനിയിപ്പോൾ സ്കൂൾ അടയ്ക്കാൻ പോവുകയാണ്. സ്കൂൾ തുറക്കുന്നത് ഇതേ ഒരു കാലാവസ്ഥയിലാണല്ലോ സ്കൂൾ തുറക്കാൻ പോകുന്നത്. അങ്ങനെ അപ്പോഴത്തേക്ക് ലച്ചു വന്നു. അപ്പോൾ ഞാനും ലച്ചും കൂടിയിട്ടാണ് തുണികൾ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയത്. ലച്ചുവിന് ഇങ്ങനെ കാറ്റ് വീശുക, ഈ മഴമേഘങ്ങൾ കാണുക, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. എനിക്കും പണ്ട് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഈ ചില മേഘങ്ങൾ കാണുമ്പോൾ ഓരോരോ ഷേപ്പ് ആവുമല്ലോ. പണ്ട് ഞാനിങ്ങനെ മേഘങ്ങൾ നോക്കുമ്പോൾ കോഴിക്കുട്ടിയുടെ പോലെയുണ്ട്, ആനയുടെ പോലെയുണ്ട്, മാനിനെ പോലെയുണ്ട്, അങ്ങനെ ഓരോരോ ഷേപ്പിൽ നമ്മൾക്കൊരു തോന്നലാണ് അങ്ങനെ തോന്നുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ അവളും ഇപ്പോൾ അങ്ങനെ ഇങ്ങനെ പറയും, അമ്മ അത് ആ മോഡലാണല്ലേ, ആ മേഘത്തിനെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടല്ലേ, ഇതിങ്ങനെ തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ ഇവൾക്ക് വലിയ മാറ്റമൊന്നുമില്ല, ഇവൾക്ക് എൻ്റെ സ്വഭാവം തന്നെയാണെന്ന് തോന്നും. അങ്ങനെ അപ്പോൾ അവൾ അവിടേക്ക് ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് തുണികൾ അങ്ങ് എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ മേല് കഴുകുക, കുളിക്കുക, അങ്ങനെയുള്ള ഓരോ പണികളാണ്. അപ്പോൾ ലച്ചുവിന് എക്സാം സ്റ്റാർട്ട് ചെയ്തു.
അപ്പോൾ ഒരു എക്സാം കഴിഞ്ഞു, വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാനങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഭയങ്കരമായിട്ട് പഠിക്കുക അങ്ങനെയൊന്നും പറയാറില്ല കേട്ടോ. അവർക്ക് അത്യാവശ്യം അവൾ പഠിക്കും, അത്ര തന്നെ. അപ്പോൾ നമ്മുടെ തുണി എടുക്കലൊക്കെ കഴിഞ്ഞു. നല്ല കാറ്റ് വീശുന്നുണ്ട്. ചില തുണികളൊക്കെ നിലത്തൊക്കെ ആയിരുന്നു കേട്ടോ കിടന്നിരുന്നത്. ഞാൻ വന്ന് നോക്കുമ്പോൾ കാറ്റിൽ ഈ അയലിൻ്റെ മേലെ നിന്ന് താഴെയൊക്കെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ആ തുണികളൊക്കെ ഒന്ന് എടുത്തിട്ട് ഇനി താഴേക്ക് ഇറങ്ങാം. ഇനി ലച്ചുവിന് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണം. അവളൊന്ന് മേല് കഴുകണം. അവൾ വൈകിട്ടാണ് തല കഴുകാറ്. രാവിലെ അവൾക്ക് മുടിയൊക്കെ കെട്ടിപ്പോകേണ്ട ചില ദിവസങ്ങളൊക്കെ ആകുമ്പോൾ രാവിലത്തെ തല നനയ്ക്കൽ അങ്ങ് നടക്കില്ല. അപ്പോൾ വൈകിട്ടാണ് അവളുടെ തല നനച്ച് കൊടുക്കുക. എണ്ണയൊക്കെ തേച്ചിട്ട് അപ്പോഴാട്ടോ തല നനച്ച് കൊടുക്കുക. പിന്നെ ഡെയിലി തലേന്നിൽ നല്ല പേനും ഈരൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ഡെയിലി ഞാനങ്ങ് ചീന്തി കൊടുക്കും. എന്നാലും ഉണ്ടായിരിക്കും, പിറ്റേ ദിവസത്തേക്ക് ഉണ്ടായിരിക്കും. അങ്ങനെ അപ്പോൾ വൈകിട്ട് അവളുടെ തല നനച്ചിട്ടുണ്ടെങ്കിൽ ഒരു 9 മണി 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തലമുടിയൊക്കെ ഒന്ന് ഉണങ്ങും. പിന്നെ അതങ്ങ് കെട്ടി വെച്ചിട്ട് കെടുത്തിയാൽ മതിയല്ലോ. പിന്നെ രാവിലെ ഒന്ന് മേല് കഴുകും. മുടി പിന്നെ നന്നായിട്ട് ചീകി അങ്ങ് കെട്ടി കൊടുക്കുകയാണ് ചെയ്യാറ്. അവൾക്കാണെങ്കിൽ ഈ എണ്ണ തലയിൽ തേക്കുന്നത് തീരെ ഇഷ്ടമില്ല. അവൾക്കിങ്ങനെ മുടിയിൽ ഇങ്ങനെ ഷാമ്പൂ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പാറിച്ച് നടക്കുന്നതാണ് അവൾക്ക് ഇഷ്ടം. പക്ഷേ അതൊക്കെ പെട്ടെന്ന് മുടി ഡാമേജ് ആവാനും ഇതാണ്. അപ്പോൾ അവൾക്ക് കാച്ചിയ വെളിച്ചെണ്ണയാണ് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ അവൾക്ക് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഞാനിങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെക്കും. അപ്പോൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് ഫുൾ ടൈം ഇനിയിപ്പോൾ എനിക്ക് പണികളൊന്നുമില്ല. ഇനിയിപ്പോൾ ലച്ചുവിനെ പഠിപ്പിക്കാൻ വേണ്ടി ഇരിക്കാം. പക്ഷേ എനിക്കെല്ലാം പണികൾ രാവിലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവളിങ്ങനെ കിച്ചണിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കും അതിൻ്റെ ആൻസർ എങ്ങനെ വരും, ഇത് ഇങ്ങനെയല്ലേ എഴുതുക എന്നുള്ളതൊക്കെ. കാരണം ഈ SCERT സിലബസൊക്കെ ആകുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് കാണാപ്പാടം പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ടെക്സ്റ്റ് ബുക്ക് കാണാപ്പാടം അങ്ങ് പഠിച്ചിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും, പുറത്തുനിന്നൊരു ക്വസ്റ്റ്യൻ വരില്ല. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ടെക്സ്റ്റ് ബുക്ക് പഠിക്കണം, പക്ഷേ അതിനോട് സാമ്യമായിട്ടുള്ള അവരുടെ ഭാവനയിൽ നിന്ന് എടുത്തെഴുതേണ്ട ഉത്തരങ്ങൾ അങ്ങനെയാണ് ചോദ്യങ്ങൾ ഇടുന്നത്. SCERTയുടെ ഒരു കാര്യത്തിൽ ടെക്സ്റ്റ് ബുക്കുമായിട്ട് യാതൊരുവിധ ബന്ധവും ചിലപ്പോൾ ചോദ്യങ്ങൾ കാണില്ല. പക്ഷെ ഞാൻ വിചാരിക്കും നമ്മുടെ കാലഘട്ടത്തിലൊക്കെ ഒരു ടെക്സ്റ്റ് ബുക്ക് അങ്ങ് കാണാപ്പാടം അങ്ങ് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് ഉറപ്പാണ്. അത് ഏതാണെന്നുണ്ടെച്ചെങ്കിലും അതെ. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളെ എനിക്ക് പാവം തോന്നും കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് യാതൊരുവിധ കാര്യം ഉണ്ടായില്ല. പിന്നെ അവർക്ക് ഈ മന്ത്ലി ടെക്സ്റ്റ് ബുക്കിലത്തെ ഓരോ കാര്യങ്ങൾ വരുന്നതുകൊണ്ട് കൂടുതൽ ഇങ്ങനെ ഇരുന്ന് പഠിക്കേണ്ട ആവശ്യം. കാരണം മാസം ടെസ്റ്റ് വരുമ്പോൾ ഒരു ചാപ്റ്റർ അങ്ങ് കംപ്ലീറ്റ് ആക്കും അവർ. സ്കൂളിൽ നിന്നും കംപ്ലീറ്റ് ആയി കൊടുക്കും. പിന്നെ എക്സാം ആയതുകൊണ്ട് കുട്ടികൾ നന്നായിട്ട് പഠിക്കും. എക്സാമിന് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സ് കുട്ടികളെ ചീത്ത പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് രക്ഷിതാക്കളെ ചീത്ത പറയും. കാരണം ടീച്ചേഴ്സിനൊരു പരിധി ഉണ്ടല്ലോ സ്കൂളിൽ നിന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. പിന്നെ നമ്മൾ രക്ഷിതാക്കൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക, അതാണല്ലോ വേണ്ടത്. നമ്മൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അതിന് കഴിവില്ല, അല്ലെങ്കിൽ സമയമില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റേതായ മാർഗ്ഗങ്ങൾ എന്തെങ്കിലും സ്വീകരിക്കും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഭാഗ്യമല്ലേ, എന്തൊക്കെ രീതിയാണ്. ഇപ്പോൾ ട്യൂഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബും അതുപോലെ ഒരുപാട് കാര്യങ്ങളിലൂടെ അവർക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ നമ്മുടെ കാലഘട്ടത്തിൽ ട്യൂഷൻ പഠിക്കുക വെച്ചെങ്കിൽ ട്യൂഷന് ഫീസ് കൊടുക്കുക. അപ്പോൾ അത് ചിലപ്പോൾ പഠിക്കാൻ എനിക്കൊന്നും ട്യൂഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ ലേബറിൻ്റെ ആയിരുന്നു ആകെ ഒരു സഹായം ഉണ്ടായിരുന്നത്. പിന്നെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും സംശയം ചോദിക്കുക വെച്ചെങ്കിൽ അവർക്കും എന്തെങ്കിലുമൊക്കെ അറിവ് വേണ്ടേ, അങ്ങനെ ഉണ്ടാവില്ല. പക്ഷെ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ല. അത്യാവശ്യം അച്ഛനമ്മമാരും എഡ്യൂക്കേറ്റഡ് ആണ്. പിന്നെ അവർക്ക് പഠിക്കാനും ഒരു കാര്യം അറിയാനൊക്കെ ഉള്ള സോഴ്സസ് പലതാണല്ലോ. അപ്പോൾ നമുക്കാണെങ്കിലും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാത്തൊക്കെ നമ്മൾക്കും സെർച്ച് ചെയ്തിട്ടൊക്കെ അതെന്താണെന്ന് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. നമുക്കങ്ങനെ ഇപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കണോണ്ട് ലച്ചുവിന് ട്യൂഷന് ഇപ്പോൾ ആക്കി കൊടുക്കുന്നില്ല. എനിക്ക് തന്നെ പറഞ്ഞു കൊടുക്കാവുന്ന കാര്യമുള്ളൂ. അപ്പം അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് PSCയിൽ ഇപ്പോൾ ഈ SCERT എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അവൾക്ക് കഴിഞ്ഞ വർഷം 5ാം ക്ലാസ്, ഈ വർഷം 6ാം ക്ലാസ്. അപ്പോൾ 6ാം ക്ലാസ്സിലെ സബ്ജക്റ്റ് നമ്മളും അങ്ങ് പഠിച്ചു പോകും. ഈ PSC എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഗുണമുണ്ട്. പക്ഷേ 5ാം ക്ലാസ്സിലെ സിലബസ് മാറിയോണ്ട് 7ാം ക്ലാസ്സിൽ സിലബസൊക്കെ മാറിയല്ലോ. അപ്പോൾ അങ്ങനെ അവൻ ലച്ചുവിന് ഇനി തലയിൽ എണ്ണയൊക്കെ ഒന്ന് പിടിച്ച് വരണ വേണ്ടിയിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവൾക്ക് ക്വസ്റ്റ്യൻസ് വിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾ അതന്നെ നോക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ വിളക്ക് വയ്ക്കാറൊക്കെ ആയി തുടങ്ങി വൈകുന്നേരത്തെ. അപ്പോൾ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് കംപ്ലീറ്റ് ആക്കട്ടെ വിചാരിച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ തുടങ്ങി വെച്ച പാൻറ്റ് ഞാനങ്ങ് മടക്കി വെച്ചു കേട്ടോ. കാരണം ഇനിയിപ്പോൾ അത് കംപ്ലീറ്റ് ആക്കണില്ല. ഇനിയിപ്പോൾ വിളക്ക് വയ്ക്കുക, ലച്ചുവിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും സ്റ്റിച്ച് ചെയ്യുന്നില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം, ഞാനത് വർക്ക് ഏരിയയിലാണ് എൻ്റെ തയ്യൽ മെഷീൻ കിടക്കുന്നത്. കാരണം അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു വെളിച്ചവും കാറ്റും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ സ്വസ്ഥതയിൽ ഇങ്ങനെ ഒരു കൂൾ മൈൻഡിൽ ഇങ്ങനെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അകത്തായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ പുറത്ത് വർക്ക് ഏരിയയിൽ ഇട്ടേക്കാണ്. അപ്പോൾ ഇനിയിപ്പോൾ മഴ, പിന്നെ വൈകിട്ടാകുമ്പോൾ കുറച്ച് ഇരുട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ അങ്ങനെ ഇരിക്കാറില്ല. അപ്പോൾ ഇന്നത്തെ സ്റ്റിച്ചിങ് എന്തായാലും കഴിഞ്ഞു. ഞാനത് കണ്ട് കംപ്ലീറ്റ് ആക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. അതാണ് ചില കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ സംഭവിക്കില്ലല്ലോ.
അങ്ങനെ അപ്പം മുറ്റടിക്കലൊക്കെ ഒന്നിട്ട് കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ ഈ മുറ്റടിക്കുമ്പോൾ കുറച്ച് ചെടികൾ ഇപ്പോൾ ഇങ്ങനെ ആദ്യം എനിക്ക് ഒരുപാട് ചെടികൾ ഞാൻ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. പിന്നെ ആ ചെടിയുടെ ഭ്രാന്തങ്ങ് മാറി. ഇപ്പോൾ വീണ്ടും ഇങ്ങനെ കുറച്ചേശ്ശെ ചെടികൾ വെക്കുന്നുണ്ട്. ചെടികൾ വെച്ച് തുടങ്ങുമ്പോൾ എനിക്ക് തോന്നും ഈ ചെടികൾ എന്തിനാണ് ഉണ്ടാക്കുന്നത്? പച്ചക്കറി കൃഷി ചെയ്തുകൂടെ? പച്ചക്കറി ഇതുപോലെ ഉണ്ടാക്കിക്കൂടെ? അതല്ലേ നല്ലത്. കാരണം പച്ചക്കറി ആകുമ്പോൾ നമുക്കത് ഉപയോഗിക്കാമല്ലോ. ചെടിയിൽ നിന്നും ഒരു പൂവ് കണ്ടിട്ട് എന്താ? പക്ഷേ ഏതെങ്കിലും ഒരു ചെടി പൂവിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷമാവും കേട്ടോ. ആ ചെടി പൂവിട്ടല്ലോ എന്നുള്ളൊരു സന്തോഷം. അങ്ങനെ പിന്നെ മുറ്റടിക്കൽ കഴിഞ്ഞിട്ട് ഞാൻ മേല് കഴുകി. ലച്ചുവിൻ്റെ മേല് കഴുകൽ കഴിഞ്ഞു. അപ്പം ഞാൻ വൈകിട്ട് മേല് കഴുകുമ്പോൾ അപ്പോഴുള്ള ആ തുണികൾ അപ്പോഴത്തന്നെ അങ്ങ് കഴുകിയെടുക്കും. അപ്പോൾ ലച്ചുവിൻ്റെയും എൻ്റെയും അലക്കിയിടാനുള്ളതൊക്കെ അലക്കിയിട്ടു. അപ്പോൾ വർക്ക് ഏരിയയിൽ തന്നെയാണ് ഞാനതങ്ങ് വിരിച്ചിടണം കേട്ടോ. കാരണം ഇനിയിപ്പോൾ മഴ ചെറുതായിട്ട് ഇങ്ങനെ ചാറി വരുന്നുണ്ട്, ചെറിയ ചാറലുണ്ട്. ഇപ്പോൾ അത് സ്ട്രോങ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഈ വർക്ക് ഏരിയയിൽ തന്നെ തുണി വിരിച്ചിടുകയാണ്. അപ്പോൾ അവിടെ ഞാനൊരു കുറച്ച് അഴൽ കെട്ടിയിട്ടുണ്ട്. കാരണം ഇത് അഴിക്കില്ല. കാരണം ഇനിയിപ്പോൾ വർഷക്കാലം ആകുമ്പോൾ ഞാൻ വർക്ക് ഏരിയയിലും അപ്പോൾ എല്ലായിടത്തും അഴൽ തന്നെ ആയിരിക്കും. ഹാളിലൊക്കെ ഞാൻ തുണികൾ വിരിച്ചിടും. അപ്പോൾ ഇനി പുറത്തേക്ക് ഇടണില്ല. അല്ലെങ്കിൽ ഞാൻ പുറത്തേക്ക് ഇടുന്നു. ഇപ്പോൾ മഴ ചാറുന്നതുകൊണ്ട് ഇവിടെ ഇട്ടുന്നേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ ഇന്ന് എന്തായാലും നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാമെന്നുള്ളൊരു വിചാരം കേട്ടോ. കാരണം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു തണുപ്പ്. കാരണം ഇത്രയും ചൂട് സഹിക്കാൻ പറ്റണില്ല. ഈ ചൂടിന്ന് ഒരു ഇച്ചിരി കുറവുണ്ടായിരിക്കും. എന്നൊരു നല്ലൊരു മഴ പെയ്തു, നല്ല തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട്. അപ്പോൾ മഴ പെയ്യും എന്നുള്ളത് തന്നെയാണ്. നല്ലൊരു മഴ പെയ്യും. പിന്നെ തുണികളൊക്കെ ഉണക്കിയിടൽ കഴിഞ്ഞു. ലച്ചുവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഞാനും ലച്ചും കൂടി വിളക്ക് വെച്ചു. വിളക്ക് വെച്ചിട്ട് ലച്ചു കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കും. ഞാനും പ്രാർത്ഥിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്ക് നല്ല മഴ പെയ്തു കേട്ടോ. നല്ല മഴ. മുറ്റത്ത് നമ്മൾ നേരത്തെ മുറ്റടിച്ച് വരുന്ന മുറ്റമാണിത്. ഇപ്പോൾ നല്ല വെള്ളമായിരിക്കണം. അപ്പോൾ ഞാനും ലച്ചും കൂടി കുറച്ച് നേരം മഴ കാണാൻ വേണ്ടി വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഈ മഴ പെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഓർമ്മകളാണ് ശരിക്കും പറഞ്ഞാൽ മഴ എന്ന് എനിക്ക് തോന്നും. മനസ്സിന് സുഖമുള്ള ഓർമ്മകളും മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന ഓർമ്മകൾ, ചിലപ്പോൾ നമ്മൾ മറന്നു കിടന്ന പലതും നമുക്ക് എന്താണെന്നറിയില്ല, ഇങ്ങനെ നമ്മൾക്കിങ്ങനെ മനസ്സിലേക്ക് നുരഞ്ഞു പൊന്താന്നൊക്കെ പറയുന്ന പോലെ മനസ്സിലേക്ക് വരും. ലച്ചുവിന് ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ കാണാൻ എന്നോട് ഇങ്ങനെ ചോദിക്കും, അമ്മ അതെന്തെങ്ങനെ അങ്ങനെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കും. കുറച്ച് നേരമൊക്കെ മഴ ആസ്വദിച്ചതിന് ശേഷം ഞാൻ പിന്നെ ലച്ചുവിനെ പഠിപ്പിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എക്സാം മലയാളം സെക്കൻഡായിരുന്നു. ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് അവൾ സംസ്കൃതമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവൾക്ക് മലയാളം സെക്കൻഡാണ് ഫസ്റ്റ് അടിസ്ഥാന പാഠാവലി, അതാണ് ഫസ്റ്റ് എക്സാം ഉണ്ടാവുക. അപ്പോൾ ഞാൻ അതിങ്ങനെ വായിച്ചു കൊടുക്കുക. അപ്പോൾ ഇവൾക്ക് പറഞ്ഞല്ലോ, ടെക്സ്റ്റ് ബുക്ക് നമ്മൾ അങ്ങനെ കൂടുതൽ പഠിപ്പിച്ചു കൊടുത്തിട്ടല്ല. കാരണം അവർക്ക് ഓരോന്ന് അവരുടെ ഭാവനയിൽ നിന്ന് ഓരോന്ന് എടുത്തെഴുതാനൊക്കെ ഉണ്ടായിരിക്കുക. അവൾ നന്നായിട്ട് എഴുതും. പക്ഷേ അവളുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി എന്ന് പറഞ്ഞ പോലെ ഈ വള്ളികളും ചിഹ്നങ്ങളും ഇതൊക്കെ അവൾക്ക് മാറിപ്പോവും. അവളുടെ നോട്ടൊക്കെ വായിച്ച് നോക്കാൻ ഭയങ്കര രസമാണ്. നമ്മുടെ കുട്ടികൾക്ക് ഇതൊക്കെ ഒരു കുറവ് നമ്മൾ ആസ്വദിക്കുകയല്ല, നമ്മളത് തിരുത്തുകയാണ് വേണ്ടത്. നമ്മൾ നന്നായി വായിപ്പിക്കുക, എഴുതിക്കുക, എന്നാൽ അത് ശരിയാവും ചെയ്യും. അപ്പം ഞാൻ അതൊക്കെ അവളെ ചെയ്യിക്കുന്നുണ്ട്. എന്നാലും ശരി, ചില വാക്കുകളൊക്കെ തെറ്റുമ്പോൾ ചിലതൊക്കെ വായിക്കാൻ ഭയങ്കര രസം. അപ്പം ഞാൻ ഈ ആഴ്ചയിൽ എല്ലാ ആഴ്ചയിലും ഡെയിലി അവളുടെ ബുക്ക് നോക്കും. പക്ഷേ എന്നാലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവളുടെ നോട്ടും ടെസ്റ്റും ഒക്കെ നോക്കുക ആഴ്ചയിൽ ഒരിക്കലാണ് കേട്ടോ ഞാൻ നോക്കുക. ശനിയാഴ്ചയോ ഞായറാഴ്ചയൊക്കെ ഞാൻ നോക്കും. കാരണം എനിക്ക് ഈ പുസ്തകത്തിലെ പേജുകൾ പറിച്ചിടുക, പുസ്തകം ഇങ്ങനെ ചുരുണ്ടിരിക്കുക, പേജുകളൊക്കെ മടങ്ങിയിരിക്കുക, എനിക്കതൊക്കെ ഭയങ്കര ദേഷ്യമുള്ളൊരു കാര്യം. അപ്പോൾ അതൊക്കെ എനിക്കിങ്ങനെ എന്താ പറയുക, ഞാൻ അതൊക്കെ ശ്രദ്ധിക്കും. അങ്ങനെ അപ്പോൾ അവൾ ചില നോട്ടുകളൊക്കെ വായിക്കാൻ നല്ല രസമായിരിക്കണം. അങ്ങനെ അവൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ അടുക്കളയ്ക്ക് വന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന് കഴിയുമ്പോൾ വൈകിട്ടാണ് ഇവിടെ മീൻ മേടിക്കുക. അപ്പോൾ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അപ്പോൾ തന്നെ അങ്ങ് വൃത്തിയാക്കി വെക്കും. അപ്പോൾ ഞാൻ ഈ മീൻ നന്നാക്കുക അങ്ങനെയുള്ള സമയത്തൊക്കെ ചേട്ടൻ അവളെ പഠിപ്പിക്കാനും അവളെ ശ്രദ്ധിക്കാനൊക്കെ ഇരിക്കും. കാരണം ആരെങ്കിലുമൊക്കെ അവളുടെ അടുത്ത് ഇരുന്നാൽ മതി. അങ്ങനെ ഇരുന്ന് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആരെങ്കിലുമൊക്കെ അവളുടെ അടുത്ത് ഇരിക്കണം. അപ്പോഴത്തേക്ക് ഞാൻ നാളേക്ക് വേണ്ടിയിട്ടുള്ള മീനിൽ മസാല പുരട്ടിക്കും, കറി വയ്ക്കാനുള്ള മീൻ മാറ്റി വയ്ക്കും. പിന്നെ നമുക്ക് തേങ്ങ ചിരകി വെക്കാനുണ്ടാവും, പിന്നെ തോരൻ വെക്കാൻ വെജിറ്റബിൾസ് കട്ട് ചെയ്യാനുണ്ടായിരിക്കും. അങ്ങനെ കുറച്ച് അല്ലറ പണി, നാളത്തേക്കുള്ള പണികളൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഒരുപാട് നമ്മൾക്ക് എളുപ്പമായിട്ട് തോന്നും. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര രാവിലെ തന്നെ എല്ലാം കൂടി ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ നാളെ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് വെച്ചെങ്കിൽ ഞാൻ റവൊക്കെ ഇന്ന് തന്നെ ഞാൻ വറുത്ത് വയ്ക്കും. ചിലപ്പോഴൊക്കെ റവ വറക്കാതൊക്കെയല്ലേ നമുക്ക് കിട്ടി, ലൂസായിട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ. അപ്പോൾ ഞാനതൊക്കെ വറുത്ത് വയ്ക്കും. പിന്നെ അതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് എന്തൊക്കെയാണ് അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. പിന്നെ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു. ഇനി അടുക്കള അങ്ങ് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഒരു ഈവനിങ് വ്ലോഗ് എന്നുള്ളത് അങ്ങ് അവസാനിപ്പിക്കാം. അപ്പോൾ കുറച്ച് ക്ലീനിങ്ങും പരിപാടികളും കുറച്ച് പാത്രം കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ അങ്ങോട്ട് വൃത്തിയാക്കി വെച്ചാൽ നാളെ രാവിലെ അടുക്കളയ്ക്ക് അങ്ങ് വരുമ്പോൾ പ്രത്യേക ഒരു സുഖമാണ് മനസ്സിന് കേട്ടോ. കാരണം അല്ലാതെ ഇതങ്ങനെ കച്ചറായിട്ട് കിടക്കുമ്പോൾ എനിക്കാകെ ഭ്രാന്ത് വരും. ഇതൊക്കെ ഇനി ഞാൻ തന്നെ ചെയ്യണമല്ലോ എന്നുള്ളത്.
അത്. അപ്പോൾ പിന്നെ ഈ അടുക്കളയൊക്കെ ഞാൻ ഇങ്ങനെ ആദ്യമൊന്നും ഡെയിലി ഇങ്ങനെ രാത്രി ചിലപ്പോൾ പാത്രങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇട്ടിട്ടൊക്കെ കിടക്കുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിങ്ങനെ ഡീപ്പ് ക്ലീനിങ് എപ്പോഴും രാത്രി കിടക്കുമ്പോൾ ഇതിങ്ങനെ വൃത്തിയാക്കി വെക്കാനുള്ളതിൻ്റെ ഒരു കഥ ഉണ്ട്. അതൊരിക്കൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇതെൻ്റെ അടുക്കളയൊക്കെ ഒരുവിധമൊക്കെ വൃത്തിയായി. ഗ്യാസിൻ്റെ അവിടെയും അടുപ്പിൻ്റെ അവിടെയൊക്കെ എല്ലാം നീറ്റായി. അപ്പോൾ ഇനി മറ്റൊരു ദിവസം കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ്